വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനോൻ ഇസ്രായേൽ സംഘർഷം അയവില്ലാതെ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. ആഴ്ചകൾക്ക് മുമ്പ് ക്രോസ് ബോർഡർ അറ്റാക്കുകളായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയായിരുന്നു. ഒരു തുറന്ന യുദ്ധമില്ലാതെ പിന്മാറുകയില്ലെന്ന നിലയിലാണ് ഹിസ്ബുള്ള നിൽക്കുന്നത്. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം വേഗത്തിലാക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കും പോലെയാണ് ഇസ്രായേൽ ലബനന്റെ അകത്തളത്തിലേക്ക് കൂടുതൽ കയറി വന്ന് സിവിലിയന്മാരെ ലക്ഷ്യം വെക്കുന്നത്. നെതന്യാഹുവിനോട് അടുത്ത് നിൽക്കുന്ന തീവ്ര വലതുപക്ഷ വിഭാഗത്തിനും പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം. അതിതീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ വംശീയവരിക്കും ഒപ്പം നെതന്യാഹുവിനെ തന്നെ തന്റെ അധികാരം നിലനിർത്തുന്നതിനും അനിവാര്യമാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം. ലബനനിലെ തുറമുഖ നഗരമായ സൈഡോണിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തികളിലുള്ള ആക്രമണം പതിവാണ്. എന്നാൽ ഇപ്പോൾ അതിർത്തികൾ ഭേദിച്ച് തെക്കൻ ലബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ പോർവിമാനങ്ങൾ കടന്നുകയറി ആക്രമണം നടത്തുന്നതും തെക്കൻ ഗസയിൽ നിന്നും വടക്കൻ ഇസ്രായേലിന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും റോക്കറ്റുകളും കയറി ആക്രമിക്കുന്നതും മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ ഉയർത്തുകയാണ്. ലബനോണിലെ വലിയ സിറ്റികളിലൊന്നാണ് സൈഡോൺ. ഇസ്രായേലിന്റെ കടന്നാക്രമണത്തിന്റെ ഗൗരവം വിളിച്ചോതുന്ന നിലയിലാണ് ആക്രമണങ്ങൾ. ലബനോന്റെ തെക്കൻ ബോർഡറിൽ നിന്നും 50 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയും 40 കിലോമീറ്റർ ഇപ്പുറം ബൈറൂത്തിന് അടുത്തും സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് സൈഡോൺ. അവിടെയാണ് ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ലബനന്റെ അകത്ത് വെച്ച് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 ഹമാസിന്റെ മെമ്പർമാരാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ ആക്രമണങ്ങളിലെല്ലാം തന്നെ അമ്പരപ്പുളവാക്കുന്നത് ഹിസ്ബുള്ള തങ്ങളുടെ സീനിയർ കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇസ്രായേൽ ലബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് കയറി ചെന്ന് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ തന്നെയാണ് ലബനന്റെ അകത്ത് വളരെയധികം ഉള്ളിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത് ഹിസ്ബുള്ളയുടെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഹിസ്ബുള്ളയും ലബനൻ ജനതയും ഫാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ലബനന്റെ പ്രധാന തുറമുഖ നഗരത്തിൽ കയറി ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴും എന്തിനു വേണ്ടിയാണ് അതേ രാജ്യത്തിനുള്ളിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്ന് ചോദ്യം ഇസ്രായേലിനെ വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് ഉയർത്തുന്നതാണ്. ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നെതന്യാഹുവിന്റെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയാണ്. അതേസമയം ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തുന്നുണ്ട്. അപ്പർ ഗലീലിയയിലെ മിനോറ സെറ്റിൽമെന്റ്, അതിനുവെച്ച കഫർ സുബർ ഹില്ലിലെ സമക്ക സൈറ്റ്, ഇസ്രായേൽ നഗരമായ കരിലോറ്റോ, ഇവിടങ്ങളിലെല്ലാം തന്നെ ഹിസ്ബുള്ളയും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട്. കൊല്ലാൻ ഇസ്രായേലുകൾ തുനിഞ്ഞു നിൽക്കുമ്പോൾ ഗസയിലെ മനുഷ്യർ പുഴുക്കളായിത്തീരുകയാണ്. ആ പുഴുക്കളെ കൊല്ലുന്നതിനുള്ള മരുന്ന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്. ഇന്ന് പുലർച്ചെ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്താണ് ഗസയിലെ അൽ ധറേജ് പ്രവിശ്യയിലെ ഒരു സ്കൂളിൽ ഇസ്രായേൽ സേന ബോംബിട്ടത്. 100 കണക്കിന് ആളുകളെ വളരെ മൃഗീയമായ രീതിയിലാണ് കൊന്നുകളഞ്ഞത്. ഡസൻ കണക്കിന് പരിക്കേറ്റവരെ അടുത്തുള്ള ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിന്റെ ഒരൊറ്റ ബോംബിങ്ങിൽ, ഒരേ ഒരു ബോംബിങ്ങിലാണ് ഇത്രയധികം മനുഷ്യർ ഗസയിൽ പൊലിഞ്ഞു പോയത് എന്നത് ഞെട്ടിലുളവാക്കുന്ന ഒന്നാണ്. കത്തിക്കരിഞ്ഞ ശരീരങ്ങളും ചിതറിത്തെറിച്ച മാംസകഷ്ണങ്ങളും അറ്റുപോയ കൈകാലുകളും കാഴ്ചയെ വിദിതമാക്കുന്നതായിരുന്നു. ഇത്രയൊക്കെ മനുഷ്യരെ ഒറ്റയടിക്ക് കൊല്ലാൻ ഇസ്രായേലിനുള്ള ന്യായം ആ സ്കൂളും ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണ് എന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നുവെന്ന്. അതേ അവസ്ഥയാണ് ഇസ്രായേലിൻ്റെത്. ഒരു ഹമാസിന്റെ പ്രവർത്തകനെ കൊല്ലാൻ 100 കണക്കിന് നിരപരാധികളെ ഇല്ലാതാക്കുക. ഇസ്രായേലിൽ 1200 പേർ ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത് വേദനയുണ്ടാക്കുന്നതും ഇസ്രായേലിന് തീരാ നഷ്ടം വരുത്തിയതും തന്നെയാണ്. പക്ഷേ അതിനു പകരം നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളെ മൃതപ്രായരാക്കുകയും അത്രത്തോളം തന്നെ സ്ത്രീകളെയും കുട്ടികളെയും കളയുകയും ചെയ്തിട്ടും പകതിരാതിരിക്കുന്നത് ന്യായീകരിക്കാനാകാത്ത പാതകം തന്നെയാണ്. ഇസ്രായേലിന് ഒരു സുപ്രഭാതത്തിൽ കയറി ഹമാസ് ആക്രമിച്ചതല്ല. 1948 ശേഷം നിരന്തരം പീഡനത്തിന് വിധേയരാകുന്ന ഒരു ജനതയായിരുന്നു ഫലസ്തീനികൾ.
ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഇപ്പുറത്തുള്ള ഫലസ്തീനെ ദുർബലമാക്കി നിരന്തരം വേട്ടയാടാൻ മൗനാനുവാദം നൽകുകയും ചെയ്ത അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും പാശ്ചാത്യ നാടുകളുടെയും സ്വാർത്ഥമോഹത്തിന്റെ തിക്തമായ അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായതാണ് ഫലസ്തീനിലെ ഹമാസ് എന്ന സംഘടന. മറ്റു തീവ്രവാദ ഗ്രൂപ്പുകളെ പോലെ ഹമാസ് ഒരിക്കലും മറ്റേതെങ്കിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനോ ആക്രമണം നടത്താനോ ശ്രമിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണങ്ങൾക്കും കൊലകൾക്കുമെതിരെ ഒരിക്കലൊന്ന് തിരിച്ചടിച്ചു. അതെവിടെയും ആരിൽ നിന്നും സംഭവിക്കാവുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. അതിന് പ്രതികാരമായി ഇതുവരെ കൊന്നുതള്ളി കളഞ്ഞത് 50,000-ലധികം വരുന്ന മനുഷ്യ ജീവികളെയാണ്. അതിലുപരി നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇസ്രായേലിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ജയിലുകളിലും പീഡനം അനുഭവിക്കുന്നത് 10,000-കണക്കിന് പലസ്തീനികളാണ്. ഇവരിൽ കുട്ടികൾ മുതൽ രോഗികളായ പ്രായം ചെന്നവർ വരെയുണ്ട്. എന്നിട്ടും പകതീരാത്ത ഇസ്രായേലികളെ നെതന്യാഹുവിനെ നാം എന്തു പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഇസ്രായേൽ ഇന്ന് നടത്തിയ ഈ ദാരുണമായ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് പ്രകാരമായിരുന്നു: ഇസ്രായേലി യുദ്ധവിമാനം തീവ്രവാദികൾക്ക് മേൽ ആക്രമണം നടത്തി. അവർ ഗസ സിറ്റിയിലെ ഒരു പള്ളിക്ക് സമീപമുള്ള അൽ ചബീർ സ്കൂൾ അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഉപയോഗിക്കുകയായിരുന്നു. മാത്രമല്ല, ഫലസ്തീനിലെ ഭീകര സംഘടനയായ ഹമാസിന്റെ ഒളിത്താവളവും ഈ സ്കൂൾ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് അവർ എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും. ഇതിലപ്പുറം ഫലസ്തീനികളെ കൊല്ലാൻ വേറെ എന്ത് കാരണമാണ് ഇസ്രായേലിന് വേണ്ടത്? അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ റാലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗസൻ അനുകൂല പ്രതിഷേധക്കാർ മുന്നോട്ട് വന്നു. അവർ മുദ്രാവാക്യം മുഴക്കിയത് ഗസയിൽ എത്രയും പെട്ടെന്നൊരു വെടിനിർത്തൽ ആവശ്യപ്പെട്ടായിരുന്നു. വേദിയിൽ കമലാ ഹാരിസ് പറഞ്ഞത്: ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, എന്നെ പറയാൻ അനുവദിക്കുക. ഒരു വെടിനിർത്തൽ കരാർ നേടാനുള്ള കൃത്യമായ സമയം ഇതാണെന്ന് എനിക്കറിയാം. വെടിനിർത്തൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. വലിയ കരഘോഷത്തോടെയായിരുന്നു ജനങ്ങൾ ആ വാക്കുകൾ സ്വീകരിച്ചത്. എന്നാൽ നമുക്കറിയാം, അമേരിക്ക ഇടപെട്ട് ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയില്ല എന്ന്. വംശഹത്യാ ഭീകരനായ ജോ ബൈഡൻ ഒരേ സമയം വേട്ടക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയും ഇരയെ തലോടുകയും ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്കെതിരെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനാവുകയില്ല. അതേസമയം ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ മുന്നോട്ട് വെച്ച പ്രസ്താവനയിൽ പറയുന്നത് ഗസയിൽ ഒരു ശാശ്വത വെടിനിർത്തൽ സ്ഥാപിക്കുന്നതിനാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. ഹമാസ് അംഗീകരിക്കുന്ന ഏതൊരു കരാറും ഇറാൻ സ്വീകാര്യമാണ്. എന്നാൽ ഇസ്രായേൽ സേനയുടെ പുതിയ ഭീകരപ്രവർത്തനത്തിലൂടെ ആ രാജ്യം ഞങ്ങളുടെ പരമാധികാരത്തെയും രാജ്യത്തിന്റെ സുരക്ഷയെയും ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാന് സ്വയം പ്രതിരോധിക്കാനും പ്രതികരിക്കാനും നിയമാനുസൃതമായ അധികാരമുണ്ട്. ഇറാന്റെ തിരിച്ചടി തക്ക സമയത്തും അതേസമയം സാധ്യമായ വെടിനിർത്തൽ കരാറിനെ ദോഷമായി ഭവിക്കാത്ത നിലയിലുമായിരിക്കും. ഇതിനർത്ഥം ഇറാനിൽ നിന്നും ശക്തമായൊരു തിരിച്ചടി ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. അതേസമയം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇറാൻ ചെറിയൊരു ആക്രമണം നടത്തുകയും ചെയ്യും. ഈ പ്രതികരണത്തിന് പിന്നിലും അമേരിക്കയുടെ കൈകൾ തന്നെയാണ്. അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനെ നേരിട്ട് ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇറാന്റെ ആക്രമണം എത്രയും ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നിരിക്കാം അകത്തളങ്ങളിൽ. എൻ്റെ വീഡിയോകൾ കാണുന്ന പ്രിയ കൂട്ടുകാരോട് എൻ്റെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്.